സച്ചിയുടെയും രേവതിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് രേവതി അടുക്കളയിൽ തിരക്കിട്ട് പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് സച്ചി വന്നിട്ട് പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ധൃതി വെച്ചെന്നും ഒത്തിരി പണിയൊന്നും ചെയ്യാൻ നിൽക്കേണ്ടെന്ന്. നിന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്തിട്ട് പോ, ബാക്കി ഇവിടെ അമ്മയുണ്ടല്ലോ, അമ്മ വേണമെങ്കിൽ ചെയ്തോളും. എന്നെ സച്ചിയേട്ടാ, വെറുതെ രാവിലെ സച്ചിന് വേറെ ഒരു പണിയില്ലേ, എന്തിനാ വെറുതെ അമ്മയുടെ വായിന്ന് എന്നെ കേൾപ്പിക്കുന്നേ, എന്റെ പണി ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ട് രേവതിയാണെങ്കിൽ അകത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സച്ചിയാണെങ്കിലും മിണ്ടാതെ അവിടുന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ചന്ദ്ര അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട്, ഓ അവക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് കെട്ടിയാൻ വരുന്ന കണ്ടില്ലേ, എന്ന് വെച്ചാ അടുക്കളപ്പണി ചെയ്യുന്നത് ആദ്യമായിട്ടല്ലേ, എടി നിന്റെയൊക്കെ യോഗ്യത ഇത്രയേ ഉള്ളൂ, അപ്പൊ പിന്നെ അടുക്കളപ്പണി ചെയ്തെന്ന് വെച്ചാ എന്താടി കുറവ് എന്നും ചോദിച്ചുകൊണ്ട് വഴക്കുണ്ടാക്കുമ്പം രേവതി പറയുന്നുണ്ട്, അമ്മേ അതിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരണ്ട, എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ, പിന്നെ നീ വലിയ IPS കാരിയല്ലേ ജോലിക്ക് പോവാനായിട്ട്. വഴിയിൽ കൂടി നടന്നു പോകുന്ന ആൾക്കാർക്ക് 5നും 10നും പോയിട്ട് 50 രൂപയും കൊണ്ട് കയറി വരുന്നവളാ ഇത്രയൊക്കെ പറയുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവളെ കുറെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ഒന്നും മിണ്ടാതെ അവിടുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കാണ്. സോറി ചന്ദ്രയല്ല, രേവതി കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ രാവിലെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. രേവതിയോട് അവിടെ ഇരുന്ന് കഴിക്കാൻ പറയുന്നുണ്ടെങ്കിൽ പോലും രേവതിയോട് നിന്ന് എല്ലാവർക്കും വിളമ്പി കൊടുക്കാം കേട്ടോ, മറ്റാർക്കും വിളമ്പി കഴിക്കാൻ അറിയാത്ത പോലെ. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ ആ ഫുഡൊക്കെ എല്ലാവരും കഴിച്ചതിന് ശേഷം എല്ലാവരെയും പാത്രം കൊണ്ട് വെച്ച് അതും കഴിയുന്നതിന് ശേഷം കേട്ടോ നമ്മൾ ഹാളിൽ വന്ന് ഡൈനിങ് ടേബിൾ വന്ന് കഴിക്കുന്നത്. അങ്ങനെ എല്ലാവരും ജോലിക്ക് പോകാൻ ഇറങ്ങാണ്. രേവതിയും ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. അവളുടെ സ്കൂട്ടിയിലോട്ട് കാലെടുത്ത് വെക്കുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. നിന്റെ ഈ ഒരു വണ്ടി ഈ വീട്ടിൽ വിട്ടു തന്നെ വെക്കുകയും ചെയ്യരുത്, അതൊക്കെ വല്ലാത്തൊരു നാണക്കേടാ. അമ്മ എന്താ അമ്മയെ പറഞ്ഞേ, ഞാൻ പിന്നെ റോഡിൽ കൊണ്ട് വെക്കാൻ പറ്റുമോ, ആരെങ്കിലും എടുത്തോണ്ട് പോവില്ലേ, പിന്നെ എടുത്തോണ്ട് പോകാൻ ലക്ഷക്കണക്കിന് രൂപയുടെ കാറാണല്ലോ ഈ കിടക്കുന്നത്, വെറും 10,000 10,000 തുക്കട വണ്ടിയല്ലേടി ഇത്, ഇതും കൊണ്ടുപോകാൻ ഈ നാട്ടിൽ അത്രയ്ക്ക് ദരിദ്രവാസികളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്തിന്റെ കേടാ, ഞാൻ മര്യാദയ്ക്ക് ജോലിക്ക് പോകല്ലേ, പിന്നാലെ വന്ന് എന്തിനു ശല്യപ്പെടുത്തുക, അവിടെ ഞാൻ ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ ജോലിയെല്ലാം കഴിഞ്ഞു, ഇനി അമ്മയ്ക്ക് അവിടെ പോയിട്ട് വെറുതെ ചുമ്മാ കുത്തിപ്പിടിച്ചിരുന്നാ പോരെ, എന്തിനാ വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരുന്നത്, എന്നെ വെറുതെ വിട്ടേക്ക് എന്നും പറഞ്ഞുകൊണ്ട് രേവതി വണ്ടി എടുത്തുകൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ്, ആ കുട്ടി പറഞ്ഞത് ശരിയല്ലേ, നിനക്ക് എന്തിന്റെ കേടാ, ആ കൊച്ചിന്റെ പിന്നാലെ നടന്ന് വെറുതെ എന്തിനു വഴക്കുണ്ടാക്കാ, അവൾ അവളുടെ കാര്യം നോക്കി നടക്കല്ലേ, നിങ്ങൾ കൂടുതൽ അവൾക്ക് സപ്പോർട്ടൊന്നും പിടിക്കണ്ട, നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം അവൾ ഇങ്ങോട്ടേക്ക് വന്നത് ഈ വീട്ടിലേക്ക്. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ കാരണമാ നമ്മുടെ മോന്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയത്, മദ്യപാനിയും റൗഡിയൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ നല്ലൊരു പെൺകുട്ടി എങ്ങനെ അവനെ കിട്ടാനാ എന്ന് ചോദിക്കുമ്പോൾ അവന് പെണ്ണ് കിട്ടിയാലില്ലേലും നമുക്ക് എന്താ കുഴപ്പം, അവൻ ഇങ്ങനെ തന്നെ കള്ളും കുടിച്ച് നടന്നോളും എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, നിനക്ക് കുഴപ്പമില്ലായിരിക്കും, പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്, കാരണം അവൻ എൻ്റെ മോനാ എന്ന് പറയാണ്. ഇതും കേട്ട് ചന്ദ്ര മിണ്ടാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ഇതേ സമയം രേവതി ആണെങ്കിൽ ഈ അമ്മ ഇങ്ങനെ രാവിലെ കുറെ ബഹളമൊക്കെ വെച്ചല്ലോ, അത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് സങ്കടമാകുന്നുണ്ട്. അങ്ങനെ പൂ കൊടുക്കാനുള്ളവർക്കൊക്കെ പൂ കൊടുത്തിട്ട് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് ഉണ്ണാൻ പോലും വരുന്നില്ല കേട്ടോ. അവള് നേരെ അവളുടെ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെന്താ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പം, അമ്മേ എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല, എന്ത് പറ്റി, മോളുടെ മുഖമൊക്കെ വല്ലാണ്ട് വാടിയിരിക്കുന്നല്ലോ, വെയിലത്ത് രാവിലെ ഇറങ്ങിയതല്ലേ അതുകൊണ്ടായിരിക്കും. അതൊന്നും അല്ലമ്മേ, എത്ര വെയിലാണെങ്കിലും ഞാനതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന, ഇന്നിപ്പോൾ എൻ്റെ മനസ്സിന് അമ്മി പ്രശ്നം എന്ന് പറയുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്താ കാര്യമെന്ന്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശരത്തൊന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി, അളിയൻ പിന്നെ പ്രശ്നമാണോ അതോ ആ തള്ളയാണോ, എടാ സച്ചേട്ടനെ കുറിച്ച് നീ ആവശ്യത്തിനൊന്നും പറയണ്ട, ഓഹോ അപ്പൊ ആ തള്ളയല്ലേ, അവർക്കിട്ട് 2 ഇരുട്ടടി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളെല്ലാം, നീ ആവശ്യമില്ലെന്ന് പറയണ്ട, അതെ സച്ചേട്ടൻ അമ്മയാ, അങ്ങനൊന്നും പറയുന്നത് ചെയ്യാൻ പറ്റില്ല, എന്താ മോളെ എന്താ പ്രശ്നം. അമ്മേ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രശ്നമല്ല, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, എന്നും കേട്ട് കേട്ട് എനിക്ക് ശീല,
ചില ദിവസവും എനിക്കിത് വല്ലാതെ ഹേർട്ടാവുന്നുണ്ട്, വല്ലാതെ എനിക്ക് മനസ്സിന് ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്ന് പറയുമ്പം ശരത്ത് പറയാണ്, അതാ ഞാൻ പറഞ്ഞത് ആ സ്ത്രീക്കിട്ടെ 2 പോയി കൊടുക്കാന്ന്. നീ ഒന്ന് മിണ്ടായിരുന്നു ശരത്തെ, നിന്റെ അമ്മ ഞാനല്ലേ, എന്നെ അടിച്ചാ അതിന് ആരാണെങ്കിലും നിനക്ക് സഹായിക്കാൻ പറ്റുമോ? അതുപോലെ എന്തെങ്കിലും സച്ചിക്കുള്ളൂ. സച്ചിരമ്മയെ ആരെങ്കിലും ഉപദ്രവിച്ചാ സച്ചി വെറുതെ ഇരിക്കോ എന്ന് ചോദിക്കുമ്പോ ശരത്ത് പറയാണ്, എൻ്റെ അമ്മയ്ക്ക് എന്നെയും എൻ്റെ എല്ലാ മക്കളെയും ഒരുപോലെ ഇഷ്ടമാണ്, സ്നേഹമാണ്. അതുപോലല്ലല്ലോ ആ പൂതനയുടെ കാര്യം. അവർക്ക് സച്ചിനെ രേവച്ചിനെ കണ്ണെടുത്ത കണ്ടുവിടല്ലോ, ബാക്കി എല്ലാവരെയും അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ രേവതി പറയാണ്, അതിനൊക്കെ പിന്നില് എന്തോ വലിയ കാരണമുണ്ട്, അതൊന്നും ഇപ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട. അവരമ്മയും മോനും എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കട്ടെ. പക്ഷെങ്കില് ഈ എന്നോട് ഈ കിടന്ന് ഈ വെറുപ്പ് കാണിക്കുന്ന മൊത്തം ഒരു ഗതിയില്ലാതെ ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെന്നോണ്ടാ. എല്ലാത്തിനും കാരണം സച്ചിയുടെ അച്ഛനാണല്ലോ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ടല്ലേ ഇതെല്ലാം ഉണ്ടായത്. അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആളെ വിവാഹം കഴിച്ചിരുന്നെങ്കിലേ സന്തോഷത്തോടെ എനിക്ക് ജീവിക്കായിരുന്നു അല്ലേ അമ്മയെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അങ്ങനെ 6 കൂടെ പോയെങ്കിലും നിന്നെ സച്ചിയെപ്പോലെ ആരെങ്കിലും സ്നേഹിക്കുമെന്ന് ചോദിക്കുമ്പം രേവതി പറയാണ്, അയ്യോ അത് ശരിയാ, എൻ്റെ സച്ചിയേട്ടനെ പോലെ എന്നെ ആരും സ്നേഹിക്കില്ല. അത്രയ്ക്ക് ഇഷ്ട ഇപ്പൊ എന്നോട്. എന്താന്നറിയില്ല, കുറച്ച് കാലം കൊണ്ട് എന്നെ പൊന്നു പോലെ നോക്കുന്നത്. മിറ്റം നോക്കാൻ സമ്മതിക്കില്ല, എനിക്ക് പച്ചമാങ്ങയൊക്കെ കൊടുത്തായിരുന്നു, അതുപോലെ ദോശ കൊണ്ടു തരുന്നു, എൻ്റെ തുണി അലക്കുന്നു, അങ്ങനെ എല്ലാ പണിയിലും എന്നെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും പിന്നാലെ നടന്ന് എനിക്ക് അത് വേണം ഇത് വേണമെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അല്ല നിനക്ക് വിശേഷം വല്ലതും ഉണ്ടോ? ഹേയ് അതൊന്നും ഇല്ലമ്മേ. അല്ല സാധാരണ ആണുങ്ങള് ഭാര്യയ്ക്ക് വിശേഷമാണെന്ന് അറിയുമ്പോളാ ഇങ്ങനെയൊക്കെ ചെയ്യാറ്. ഇനിയിപ്പോ അങ്ങനെ വല്ലതും അവന്റെ മനസ്സിൽ തോന്നിക്കാണോ? അതെനിക്കറിയില്ല. ഇടയ്ക്ക് വന്നിട്ട് നിനക്ക് ക്ഷീണമുണ്ടോ, തളർച്ചയുണ്ടോ, നിനക്ക് എന്തെങ്കിലും വേണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി അതൊക്കെ അതുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. ചിലപ്പോ ആയിരിക്കും. നിന്നെ അത്രയ്ക്കിപ്പോ സച്ചി സ്നേഹിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. രേവതി പറയാണ്, സച്ചേട്ടൻ്റെ ആ സ്നേഹത്തിനും എൻ്റെ സച്ചേട്ടന് വേണ്ടിയിട്ടാ ഞാൻ ഇതെല്ലാം ക്ഷമിക്കുന്നത്. അല്ലെങ്കിൽ അവരെ പറയാനൊക്കെ എനിക്കറിയാം. എല്ലാം സഹിച്ച് ക്ഷമിച്ചു മിണ്ടാതെ ഞാൻ ഇരിക്കാണ്. എപ്പോഴാ പൊട്ടിത്തെറിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ രേവതി അവിടുന്ന് ചോറൊക്കെ ഉണ്ടെന്നുണ്ട് കേട്ടോ. അല്ല മോൾ ആകെപ്പാടെ ക്ഷീണിച്ചല്ലോ, മോൾ ആഹാരം ഒന്നും കഴിക്കാറില്ല ശരിക്കും? ആഹാരമൊക്കെ ആവശ്യത്തിന് കഴിക്കാറുണ്ടമ്മേ. പിന്നെ എനിക്ക് എന്ത് വേണമെങ്കിലും സച്ചിയുടെ റൂമിൽ കൊണ്ടുതരും. ബിരിയാണിയും ഈയിടയ്ക്കാണെങ്കിലോ എനിക്ക് മന്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. ഇഷ്ടമുള്ളതെല്ലാം കൊണ്ടുതരും. ഓട്ടം കഴിഞ്ഞ് വരുമ്പോഴേ വിളിച്ചു ചോദിക്കും എന്താ വേണ്ടേന്ന്. എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, അപ്പം തന്നെ കൊണ്ടുതരും എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട്, ശരിയമ്മേ ഇന്നിപ്പോ പൂവെല്ലാം തീർന്നു, ഇനി നാളെ തന്നെ ഓർഡർ ഉള്ളൂ. പൂവൊക്കെ നാളത്തേനുള്ളത് എടുത്തോണ്ട് പോയിട്ട് ബാക്കി ജോലി ചെയ്തു വെക്കാന്ന് പറഞ്ഞിട്ട് അവൾ എവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. രേവതിയുടെ അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ. ശരത്ത് വന്നിട്ട് പറയുന്നുണ്ട്, പാവം ചേച്ചി എന്ത് സങ്കടത്തിലാ പോകുന്ന നോക്കേ, ആ തള്ളനെ 2 കൊടുക്കാതെ ഒരു രക്ഷയില്ലമ്മേ. ശരത്തെ നീ മിണ്ടാതിരിക്ക്, അതൊക്കെ മാറിക്കോളും. ചട്ടിയും കലമൊക്കെ ആകുമ്പോൾ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. ആ രവീന്ദ്രൻ സാറിനും അതുപോലെ തന്നെ ഈ സച്ചിക്കൊക്കെ നമ്മുടെ മോളെ ഭയങ്കര ഇഷ്ടമല്ലേ, അതിൽ പരം എന്ത് വേണം എന്ന് ചോദിച്ചിട്ട് അമ്മ അകത്തോട്ട് കയറി പോകുമ്പം ശരത്തിന്റെ മനസ്സിലാകെപ്പാടെ അവരുടെ ഭയങ്കര ദേഷ്യമാണ്. പണ്ടൊരാവശ്യം കള്ളനാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്ത് അവന് തള്ളി വിട്ടല്ലോ, അടിക്കുകയും ചെയ്തല്ലോ. അതൊക്കെ ഓർത്തുകൊണ്ട് ശരത്ത് ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കായിരിക്കും. അങ്ങനെ രേവതിയാണെങ്കിൽ ആ നട്ടുച്ച വെയിലത്ത് നേരെ അവളുടെ വീട്ടിലേക്ക് പോവാണ്. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിലോ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയുറങ്ങാനായിട്ട് അകത്തേക്ക് കയറി പോകാനിരിക്കുകയായിരിക്കും കേട്ടോ. രവീന്ദ്രനാണെങ്കിൽ നല്ല ഉറക്കമായിരിക്കും. രേവതിയുടെ വണ്ടി വരുന്ന സൗണ്ട് ചന്ദ്ര കേൾക്കുന്നുണ്ട്. ഇന്നെന്താ ഇവള് നേരത്തെ ഒന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാണ്. രേവതി ആണെങ്കിൽ ഇവളെ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് കയറി പോകുമ്പം ചന്ദ്ര ചോദിക്കുകയാണ്, ഡി ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ലേ? ഞാൻ കണ്ടമേ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? ഒരു നമസ്കാരം പറഞ്ഞിട്ട് കയറി വരട്ടെ ചോദിക്കുമ്പം നിന്റെ നാക്കിനെ കുറച്ച് നീളം കൂടുന്നുണ്ട്, ആ നാക്ക് ഞാൻ കണ്ടിക്കും എന്ന് പറയുമ്പോൾ അമ്മേ ഞാൻ ആകെപ്പാടെ മടുത്താ വന്നിരിക്കുന്നേ. രാവിലെ തൊട്ട് ജോലിയായിരുന്നു, അതിന് പിന്നാലെ വെയിലത്തൂടെ നടന്ന് പൂവെല്ലാം വെച്ചിട്ട് വന്നതാ. എനിക്ക് തീരെ വയ്യ, ഞാൻ കുറച്ചു നേരം കിടക്കാൻ പോവാ. എന്താ കിടക്കാൻ പോവാന്നോ? നല്ല കാര്യമായി. രാവിലെ
ടെറസിന്റെ മണ്ണയിൽ തുണി വിരിച്ചിട്ട് പോയത് ഓർക്കുന്നുണ്ടോ? ആ തുണി പോയി എടുത്തോണ്ട് വാ. ഇപ്പൊ അതവിടെ കിടന്ന് പപ്പടം പോലെ ആയി കാണും. പിന്നെ കുറച്ച് നാരങ്ങ വിളമ്പഴി, എനിക്കാണെങ്കിലോ ദാഹിച്ചിട്ട് വയ്യ എന്നൊക്കെ പറയുന്നുണ്ട്. അമ്മേ, ഞാൻ അതുപോലെ ബുദ്ധിമുട്ടിയാ പുറത്തുനിന്ന് കയറി വന്നത്. കുറച്ചു നേരം ഞാനൊന്ന് കിടന്നോട്ടെ എന്ന് പറയുമ്പോ ഇതൊക്കെ ചെയ്തിട്ട് പോയി കിടക്കത്തില്ലേ എന്ന് ചോദിക്കാണ്ട് ചന്ദ്ര. അങ്ങനെ ആ കവറൊക്കെ അവിടെ വെച്ചിട്ട് രേവതി നേരെ ടെറസിന്റെ മണ്ടിലേക്ക് പോകുന്നുണ്ട്. അവിടുന്ന് പോയി തുണി എടുത്തോണ്ട് വന്നതിന് ശേഷം അടുക്കളയിൽ പോയിട്ട് നാരങ്ങ വെള്ളം ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ചന്ദ്രയ്ക്കും കൊടുത്ത് ഇവളും കുടിക്കുന്നുണ്ട്. ചന്ദ്ര ഓർക്കുന്നുണ്ട്, അങ്ങനെ ഇവളെ ഉറങ്ങാൻ വിട്ട ശരിയാവില്ലല്ലോ, ഇവക്കെ നാക്കണിച്ചിട്ട് നീളം കൂടുതലാ, ഇവൾ അങ്ങനെ ഇപ്പൊ റെസ്റ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയാണെങ്കിൽ ഗ്ലാസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് നീങ്ങുമ്പോഴേക്കും ഗ്ലാസ് താഴേക്ക് വീഴുന്ന പോലെ ഇവള് ഗ്ലാസ് തറലിടുക കേട്ടോ. അയ്യോ, ഗ്ലാസ് പൊട്ടിപ്പോയല്ലോ എന്ന് ചന്ദ്ര പറയുന്നുണ്ട്. അവ മാറിക്കോ, ഞാനത് ക്ലീൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് രേവതി വന്നിട്ട് ആ ഗ്ലാസ് എല്ലാം പറക്കി മാറ്റി അവിടെ എല്ലാം തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്ന പോലെ അഭിനയിക്കാട്ടോ. അവിടെ ഇപ്പോ ഗ്ലാസിന്റെ അവിടെ രേവതി തുടച്ചിട്ടിരിക്കുകയായിരുന്നല്ലോ, ആ വെള്ളത്തിൽ ചവിട്ട് വീഴുന്നത് പോലെ സോഫയിലേക്ക് അവൾ പുറകോട്ടേക്ക് വീണിട്ട് അയ്യോ എന്റെ നടു ഒടിഞ്ഞേ, എന്റെ കാല് നോന്തേ എന്നും പറഞ്ഞിട്ട് വെറുതെ കിടന്ന് അഭിനയിക്കാണ്. രേവതിയാണെങ്കിലോ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് കേട്ടോ. അയ്യോ അമ്മേ, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം വെള്ളം തുടച്ചു കളയുമ്പം മൊത്തം തുടക്കേണ്ടടി, ഞാൻ വീണു, എന്റെ നടുവും കാലിൽ ഒടിഞ്ഞു എന്നും പറഞ്ഞ് അലറി കരയാണ്. അയ്യോ അമ്മേ, ഞാൻ കുഴമ്പെടുത്തോണ്ട് വരാന്ന് പറഞ്ഞിട്ട് അവള് കുഴമ്പം കൊണ്ട് വന്നിട്ട് അവളുടെ നടുവും കാലും ഒക്കെ തിരുമ്മി കൊടുക്കാം കേട്ടോ. പാവം ഉറങ്ങാനായിട്ട് വന്നതാണ്, അത്രയ്ക്ക് ക്ഷീണിച്ച്. ആ സമയത്ത് ആ തള്ളയുടെ ഒരു അഹങ്കാരം, ഒരഭിനയം വയ്യാത്ത പോലെ വീണ്ടും വീണ്ടും അഭിനയിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. 2 മണിക്ക് കയറി വന്ന രേവതിയാ ഇപ്പൊ 3 മണി 3:30 ആയിട്ടും അവളവിടെ തിരുമ്മിക്കൊണ്ടേ ഇരിക്കാം കേട്ടോ. സോഫയിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങാട്ടോ ചന്ദ്ര. പതിയെ രേവതി അവിടുന്ന് കുഴമ്പൊക്കെ വെച്ചിട്ട് പതിയെ മുങ്ങാൻ നോക്കുമ്പോഴേക്കും അയ്യോ നീ പോവാണോ, നീയെ കുറച്ച് ചൂടുവെള്ളം ചൂടാക്ക്, എന്നിട്ട് തുണി മുക്കിയിട്ട് എന്റെ കാലൊന്ന് തുടച്ചതാ, എനിക്ക് തീരെ വയ്യ, കാലിന് അതുപോലെ വേദനയാന്ന് പറയുമ്പം ശരി അമ്മേന്നും പറഞ്ഞിട്ട് അവൾ അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അടുക്കളയിലേക്ക് ചെന്നതിന് ശേഷം രേവതിയാണെങ്കിൽ വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് തുണിയൊക്കെ എടുത്തോണ്ട് വരുന്നുണ്ട്. ചന്ദ്രയുടെ നടുവിനും അതുപോലെ തന്നെ കാലിനൊക്കെ ആ വെള്ളം ഒപ്പിപ്പിടിച്ച് ചൂട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ മനസ്സിൽ കരുതാണ്, നിന്നെ ഒന്ന് ഞാൻ കിടത്തിലടി, നിനക്കായിട്ടുള്ള പണിയൊക്കെ ഞാൻ തരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചന്ദ്രനെ കാലിലും തുടച്ചു കഴിഞ്ഞിട്ട് അമ്മേ ഇതെല്ലാം തുടച്ചു കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്. എന്നാ നീ ഇരുന്ന് പിടിക്ക്, ഞാൻ അകത്തേക്ക് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവള് കാലെടുത്ത് കൃത്യം അവള് കൊണ്ടുവച്ച് വെള്ളത്തിലേക്ക് ചവിട്ടുന്നുണ്ട്. അയ്യോ, വെള്ളം മൊത്തം മറിഞ്ഞു പോയല്ലോ എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട്, അമ്മ വെള്ളത്തിൽ ചവിട്ടാതെ മുറിയിലേക്ക് പോയിക്കോ, ഞാനതിനെ തുടച്ച് വൃത്തിയാക്കിക്കോളാം എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്രയാണെങ്കിൽ നേരെ മുറിയിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം രേവതി ആണെങ്കിൽ അവിടെ മൊത്തം തുടച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നിറയെ വെള്ളം ഉണ്ടായതുകൊണ്ട് തന്നെ ആ ഹാളിൽ ആകെ പാടം നേരുന്നു. അങ്ങനെ അവൾ അവിടെ നിന്ന് മോപ്പ് കൊണ്ട് തുടച്ച് ആ വെള്ളം മൊത്തം വടിച്ച് കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സമയം ഏകദേശം 4 മണിയായിട്ടോ. ചന്ദ്ര ഈ സമയത്ത് അവിടെ പോയി കിടക്കായിരിക്കും. ഇവള് തുടച്ചു കഴിഞ്ഞുള്ള സൗണ്ട് കേട്ടപ്പോഴേ ചന്ദ്രയുടെ കിടന്നുകൊണ്ട് രേവതി രേവതി എന്ന് വിളിക്കാണ്. ഇനിയിപ്പോ ഈ അമ്മയ്ക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് രേവതി റൂമിലേക്ക് വരുമ്പോ നീയേ ഇച്ചിരി ചായ ഇട്, സമയം 4 മണിയായില്ലേ, എനിക്കങ്ങ് പരവേശം എടുക്കുന്നു എന്ന് പറയാണ്. പിന്നെ ചായയുടെ കൂടെ അവിടെ ഏത്തക്ക ഇരിപ്പില്ലേ, കുറച്ച് ഏത്തക്ക പൊളി കൂടെ ഉണ്ടായിക്കോ എന്ന് പറയുന്നുണ്ട്. ശരി അമ്മേന്ന് പറഞ്ഞിട്ട് നേരെ രേവതി അടുക്കളയിലേക്ക് പോവാണ്. എന്നിട്ട് ചായ ഇട്ട് ഏത്തക്ക പൊളിയൊക്കെ ഇടുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്ര അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന് കസേര ഇരിക്കാണ്. രവീന്ദ്രന് വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നാ അച്ഛാ അമ്മേ ചായയും കടിയും എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയാണ്, മോള് ചായ കുടിച്ചില്ലെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടച്ചാ, എനിക്ക് നല്ല സുഖമില്ല, എനിക്കൊന്ന് കിടക്കണമെന്ന് പറയുന്നുണ്ട്. ആണോ, എങ്കിൽ മോള് പോയി കിടന്നോ, ഞാൻ ഇവിടെ എല്ലാം ഉണ്ടാക്കി വെച്ചല്ലോ, ഞങ്ങൾ കഴിച്ചോളാം, മോള് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് പറയാണ്. അങ്ങനെ രവി പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇത് കണ്ട് ചന്ദ്ര ഓർക്കുന്നുണ്ട്, പോടി പോ, നീ കണ്ണടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല, അപ്പോഴേക്കും ഞാൻ നിന്നെ വിളിച്ചിരിക്കൂടി എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ചായയും കുടിച്ച് രണ്ടുപേരും കടിയൊക്കെ കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം രേവതി ആണെങ്കിൽ മുറിയിൽ പോയിട്ട് നന്നായിട്ട് ഒന്ന് മയങ്ങി തുടങ്ങാണ്. ഈ സമയത്ത്
ചന്ദ്രനാണെങ്കിൽ അയ്യോ രവിയേട്ടാ എനിക്ക് സഹിക്കാൻ വയ്യെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. എന്താ ചന്ദ്രൻ എന്താന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാല് വേദന എടുത്തിട്ട് വയ്യ, എനിക്ക് കാല് കട്ട് കഴിക്കുന്നു പറഞ്ഞിട്ട് കാറാണ് ഇങ്ങോട്ട് കാണിക്ക്, ഞാൻ തിരുമ്പി തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരുമ്മിയാൽ നാളെ നിങ്ങളെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും, രേവതി ഉണ്ടല്ലോ ഇവിടെ, രേവതി വിളിക്കുമെന്ന് പറയാണ്. രേവതി ഇത്രയും നേരം വയ്യാതെ വന്ന് ഇച്ചിരി അങ്ങോട്ട് കിടന്നല്ലേ ഉള്ളൂ, ഇച്ചിരി കിടക്കട്ടെ എന്ന് പറയുമ്പോൾ എൻ്റെ കാലുവേദനയാണോ അവൾക്ക് കിടപ്പാണോ മുക്കിയോന്ന് എനിക്ക് അറിയണമല്ലോ എന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് ഈ ബഹളം കേട്ടുകൊണ്ട് രേവതി എഴുന്നേറ്റ് വരുന്നുണ്ട്. സാരല്ലമ്മേ ഞാൻ കാല് തിരുമ്മി തരാമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അവളുടെ കാല് വീണ്ടും തിരുമ്മിക്കൊണ്ടിരിക്കുകയാണ്. നീ പോയിട്ടെ കുറച്ച് വെള്ളം ചൊരയെ കൊണ്ടുവാ, എന്നിട്ട് എൻ്റെ കാലിൽ വെച്ചൊന്ന് മുക്കിപ്പിടിച്ചേ എന്ന് പറയുന്നുണ്ട്. അമ്മേ നമ്മൾ മുമ്പേയല്ലേ അങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പം ഒന്നുകൂടെ ചെയ്യ്, അടുപ്പ് ചെറുപ്പ് ചെയ്താലേ വേദന മാറുള്ളൂ എന്ന് പറയുന്നുണ്ട്. രേവതി മനസ്സിലോർക്കുന്നുണ്ട്, ഞാൻ ഇച്ചതനം കിടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്കറിയാമെന്ന് മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കളയിൽ പോയിട്ട് അവൾ വെള്ളം ചൂടാകാൻ വെക്കുന്നുണ്ട്. ശേഷം അവിടെ അടുക്കളയിൽ കിടന്ന പാത്രം ഒന്ന് 2-3 പറക്കി കഴുകിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ആ വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അങ്ങനെ തുണിയൊക്കെ ആയിട്ട് രേവതി ഹാളിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് രേവതി അവളുടെ കാലിലിങ്ങനെ വെള്ളം 1-2 പ്രാവശ്യമൊക്കെ ഒപ്പിയെടുക്കാണ്. നല്ല തിളച്ച വെള്ളമാണല്ലോ, അതുകൊണ്ട് തന്നെ പതിയെ പതിയെ പൊക്കിയായിട്ട് എടുക്കുന്നത്. ഈ സമയത്ത് രേവതി അവിടുന്ന് ആ വെള്ളവും കയ്യിലെടുത്തുകൊണ്ട് തിരിച്ചു പോകാൻ തുടങ്ങുമ്പോഴേക്കും ചന്ദ്രൻ കാല് നീട്ടി വെച്ച കസേര ഉണ്ടല്ലോ, ആ കസേരയിൽ രേവതിയുടെ കാല് തട്ടിയിട്ട് ആ വെള്ളം മുഴുവനും ചന്ദ്രന്റെ മേത്തേക്ക് മറിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ. ചന്ദ്രൻ അവിടുന്ന് അലറി വിളിക്കാണ്. ഇത്രയും നേരം കാലെന്ന് പറഞ്ഞ് ഞൊണ്ടി നടന്നുകൊണ്ടിരുന്ന ആളാണെങ്കിലോ ഇപ്പൊ അവിടെ കിടന്ന് തുള്ളിച്ചാടുന്നുണ്ട്. അയ്യോ അമ്മ എന്താ പറ്റിയേ, എന്നെ അറിയാതെ സംഭവിച്ചതാ, അമ്മയെ കസേര അങ്ങോട്ട് നീക്കി വെച്ചോണ്ടാണെന്നൊക്കെ പറയുമ്പോൾ നീനെ മനപ്പുറം കൊല്ലാൻ നോക്കി എല്ലാവരും ചോദിക്കാണ്. അയ്യോ അമ്മ എന്തൊക്കെയാ പറയുന്നേ, ഞാൻ അങ്ങനെ വല്ലതും ചെയ്യുമോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് കൂടിയില്ല, ഇത് അറിയാതെ സംഭവിച്ചതാണെന്ന് പറയുന്നുണ്ട്. എനിക്കറിയാടി, എല്ലാം നിന്റെ അഭിനയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ കിടന്ന് കരയാണ്. അങ്ങനെ രവീന്ദ്രനും സച്ചിയും രേവതിയും കൂടിയിട്ട് ചന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴേക്കും അവർ പറയുന്നുണ്ട് ഇവിടെയൊക്കെ ഡ്രസ്സ് ഉണ്ടായിരുന്നതിന് കുഴപ്പമില്ല, തുടയിൽ നല്ല പൊള്ളലുണ്ട്, വയറിൻ്റെ ഈ സൈഡിലും പൊള്ളിയിട്ടുണ്ട്, അതുപോലെ കാലിലാണെങ്കിൽ ഇങ്ങനെ തുടയുടെ മോൾ ഭാഗം വരെ പൊക്കി വെച്ചിരിക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് ആ സൈഡ് മുഴുവനും തന്നെ വെന്ത് പോയിട്ടുണ്ട്, നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് അലറി കരയുന്നുണ്ട് നമ്മുടെ ചന്ദ്രയാണെങ്കിൽ. ഇവൾ ഒറ്റയെടുത്തിയ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇവളെൻ്റെ മേത്തേക്ക് വെള്ളം ഒഴിച്ചെന്ന് പറയുന്നുണ്ട്. രേവതി പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്ഥലകാല പോലെ ഇതുവരെ ആയില്ലെന്ന് ചോദിക്കുമ്പം നീ എന്താടി പറഞ്ഞെന്ന് ചോദിക്കാണ്. അല്ല നിങ്ങൾ തന്നെ ചെയ്തപ്പോഴാണല്ലോ ഈ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായത്, എന്നിട്ട് എന്നെ പറയാണോ ഇത്ര നേരം നിങ്ങളല്ലേ എല്ലാം ചെയ്തുകൊണ്ടിരുന്നേ, അതൊന്നും എനിക്ക് മനസ്സിലായെന്ന് കരുതി ഒന്ന് ചോദിക്കുകയാണ്. ഇപ്പം ദയവായിട്ടാ അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത്, ഞാൻ നടന്നു പോയപ്പോൾ നിങ്ങൾ കസേര നിൽക്കാൻ ആരാ പറഞ്ഞേ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ മേത്തേക്ക് വെള്ളം വീണേന്ന് അവൾ ചോദിക്കുകയാണ്. ഓഹോ നീ അത്രയ്ക്കായില്ലേ, ഞാൻ നിന്നെ കാണിച്ചു തരാന്ന് ഇവനും ചന്ദ്രയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു നമ്മുടെ ചന്ദ്രയാണെങ്കിലോ കാല് മൊത്തം പൊള്ളിയ അവസ്ഥയിലാണ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. ഫാനൊക്കെ ഇട്ട് ആ കട്ടിലയിൽ നീണ്ടു നിവർന്ന് കിടക്കായിരിക്കും കേട്ടോ. ശ്രുതിയും അതുപോലെ വർഷയും ശ്രീകാന്തും സച്ചിൻ രേവതി എല്ലാവരെങ്കിലും നിൽപ്പുണ്ട്. എല്ലാവരും ആകെപ്പാടെ ശോകം അടിച്ച് നിൽക്കാം കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഇവൾ ഒറ്റ ഒരുത്തിയ ഇങ്ങനെയൊക്കെ കാണിച്ചെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് എൻ്റെ പൊന്നമ്മേ ഞാൻ എന്ത് ചെയ്തെന്നാ, അമ്മയല്ലേ ഇങ്ങോട്ട് ചെയ്തത്, ഞാൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്തതെന്ന് ചോദിക്കാണ്. ഞാൻ 2 മണിയായപ്പോൾ ഈ വീട്ടിലേക്ക് വന്ന ഒന്ന് കിടക്കണമെന്ന് അമ്മയോട് ഞാൻ അറിയാതെ പറഞ്ഞു പോയി. അപ്പം തൊട്ട് അമ്മ എനിക്ക് എന്തുമാത്രം ജോലി ചെയ്യുന്നു, അവസാനമാണ് അമ്മയ്ക്ക് ദൈവം തിരിച്ചൊരു പണി തന്നത്, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ് എനിക്കറിയാടി നീ പ്രാഗി നേർന്നുണ്ടായിരിക്കും എല്ലാം ചെയ്തത്, എനിക്കിങ്ങനെ വരുത്താൻ വേണ്ടി നീ മനഃപൂർവ്വം വെള്ളം തിളപ്പിച്ചുകൊണ്ടെന്ന് എൻ്റെ മേത്തേക്ക് ഒഴിച്ചതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മയോട് ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും അമ്മ അംഗീകരിക്കില്ല. സച്ചിയുടെ സത്യമായിട്ടും ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്കറിയാം അമ്മ പറയുന്നതും നീ കാര്യമാക്കണ്ട, നീ ആ വീട്ടിൽ പോലും ഇല്ലെങ്കിൽ പോലും നിന്നെ അമ്മ കുറ്റം പറയുള്ളൂ, നീ എവിടുന്ന് ഓർത്തപ്പോൾ വെള്ളം വന്ന് വീണാന്ന് വേണമെങ്കിൽ ഈ അമ്മ പറഞ്ഞു കളയും, അതുകൊണ്ട് നീ അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും
സുധി പറയുന്നുണ്ട്, കണ്ടോ അമ്മേ കണ്ടോ, അമ്മയുടെ ദേഹത്ത് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ഒന്നുമില്ലാത്ത രീതിയിൽ സംസാരിക്കാവൻ. ഡാ മിണ്ടായിരുന്നെങ്കിലേ അടുത്ത തിളച്ച വെള്ളം നിന്റെ തലയിൽ കൂടെ ആയിരിക്കും ഒഴിക്കാൻ പോണേ എന്ന് സുധിയോട് നമ്മുടെ സച്ചി പറയുമ്പം സുധി മിണ്ടാതെ നിൽക്കുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, പറയട്ടെ അവനും അവന്റെ ഭാര്യയും കൂടി ഇവിടെ ഭരിക്കാന്നല്ലേ കരുതിയിരിക്കുന്നത്. അവരെന്ത് ചെയ്താലും ഇവിടെ ആരും ചോദിക്കാനും പറഞ്ഞ് ചെല്ലില്ലെന്നുള്ള ധൈര്യം അവർക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുമ്പം രവി പറയുന്നുണ്ട്, എന്റെ പൊന്നു ചന്ദ്രേ, നിനക്ക് സുഖമില്ലാതെ കിടക്കില്ലേ, കുറച്ചു നേരമെങ്കിലും നീ ആ നാക്കിനൊന്ന് റെസ്റ്റ് കൊടുക്ക്, ഒന്നും മിണ്ടാതെ അവിടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട്, മക്കളെ നിങ്ങളെല്ലാരും ജോലിയൊക്കെ കഴിഞ്ഞ് വന്നവരല്ലേ, എല്ലാരും ഓരോ വഴിക്ക് പോയിക്കേ എന്നും പറഞ്ഞിട്ട് അവരെല്ലാരും പറഞ്ഞു വിടുന്നുണ്ട്. രേവതി അവിടെ നിൽക്കുമ്പം രവി ചോദിക്കുകയാണ്, പറഞ്ഞത് കേട്ടില്ലേ, നീയും പോയിക്കോ, നിന്റെ ആവശ്യമില്ല. ഇവക്കിപ്പോ എണീച്ച് കിടന്ന് എല്ലാം എടുക്കാനും കഴിക്കാനൊക്കെ പറ്റും, വേറെ പ്രശ്നമൊന്നുമില്ല. നാക്കിന് ഇത്ര നീളമുണ്ടല്ലോ, അപ്പൊ കൈയും കാലും ഒക്കെ അനങ്ങിക്കോളും എന്ന് പറഞ്ഞിട്ട് രേവതിയെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ രേവതി മുറിയിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ. രേവതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരുന്നുണ്ട്. രേവതി സച്ചിയോട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ എങ്കിലും അമ്മ അങ്ങനെ പറഞ്ഞല്ലോ, ശ്രുതിയാണെങ്കിലും എന്നെ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക, ഇനി അച്ഛനെങ്ങാണം എന്നെ തെറ്റിദ്ധരിച്ച് കാണുമോ? നിനക്ക് എന്താ രേവതി പറ്റിയത്? നിന്റെ കാല് തട്ടിയല്ലേ വെള്ളം മറിഞ്ഞു വീണത്, ആ അച്ഛനറിയാലോ, പിന്നെ ആരെന്ത് പറയാനാ എന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിലും എനിക്ക് വല്ലാത്തൊരു മാനസിക ബുദ്ധിമുട്ട് പോലെ, നീ അതൊന്നും കണക്കാക്കണ്ട, നീ നിന്റെ കാര്യം നോക്കിയിരിക്കുക എന്നും പറഞ്ഞിട്ട് വഴക്ക് പറയണ്ട സച്ചി. രേവതിക്കാണെങ്കിലോ അന്ന് രാത്രി മൊത്തം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. രാത്രിയിലാണെങ്കിൽ അവള് പോയിട്ട് ആഹാരമൊക്കെ വിളമ്പി വെക്കുമ്പോൾ അവള് ചന്ദ്രയ്ക്കുള്ള കഞ്ഞിയും പയറും ഒക്കെ ആയിട്ട് മുറിയിലേക്ക് പോവാണ്. ഇറങ്ങി പോടി അസത്തെ, നിന്റെ മുഖം പോലും എനിക്ക് കാണണ്ട, എന്റെ കാല് പൊള്ളിയിരിക്കുന്ന നീ കണ്ടോ, നീ ഒറ്റ ഒരുത്തി കാരണം ഇത് സംഭവിച്ചതെന്ന് പറയാണ്. അമ്മ സത്യമായിട്ടും ഞാനല്ലെന്ന് പറഞ്ഞല്ലോ, അമ്മയ്ക്കും അറിയാം എനിക്കും അറിയാം, പിന്നെ എന്തിനാ കൂടെ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്ന് ചോദിക്കാണ്. എനിക്ക് നീ കൊണ്ടിരുന്ന ഒന്നും വേണടി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞയക്കുമ്പോ രേവതി തിരിച്ച് ഡൈനിങ് ടേബിളിലേക്ക് പോയിരിക്കായിരിക്കും കേട്ടോ. ഈ സമയത്ത് ശ്രുതിയാണേല് ആഹാരം കഴിച്ചിട്ട് അവർ മുറിയിലേക്ക് പോയി അവരും കിടന്നു. വർഷയും പോയി കിടന്നിട്ടോ. സച്ചിൻ രേവതി മാത്രമേ ഉള്ളൂ. സച്ചി ആണെങ്കിലോ ടെറസിന്റെ മുകളിലേക്കും പോയി. രവിയും പോയി കിടന്നിട്ടോ. രവി ടോയ്ലറ്റിൽ പോയിരിക്കായിരുന്നു. രവി അങ്ങനെ തിരിച്ച് ഇവിടെ അരികിലേക്ക് വരുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, രവിയേട്ടാ എനിക്കുള്ള ഭക്ഷണം എവിടെ? അല്ല, രേവതി മോള് കൊണ്ട് തന്നില്ലേ, ഞാനത് വേണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് അവളെ തിരിച്ചു കൊണ്ടുപോയി. എന്റെ സുതിമോളെ ഇങ്ങോട്ട് വിളിക്ക്, അവളോട് പറ ഇച്ചിരി ഭക്ഷണം എടുത്തരാൻ, അല്ലെങ്കിൽ വർഷമോളോട് പറഞ്ഞാൽ മതി. ആ പിന്നല്ല, നീ കഴിച്ചോന്ന് പോലും ചോദിക്കാതെ രണ്ടുപേരും മൂക്കുമുട്ട കഴിച്ചിട്ടേ പോയി കിടന്ന് ഉറക്കവും കഴിഞ്ഞു. അതേ സമയത്ത് നിനക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത നിന്റെ മരുമോളുണ്ടല്ലോ രേവതി, അവളാണെങ്കിലോ നിനക്ക് വേണ്ടി കഞ്ഞി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വേറെ പയറും വെച്ച് വേറെ കറിയും വെച്ച് അത് നിന്റെ കട്ടിലേ കൊണ്ട് തന്നപ്പോ നിനക്ക് അഹങ്കാരം, നിനക്കതൊന്നും പറ്റില്ല, അതുകൊണ്ടേ അവള് തിരിച്ചു കൊണ്ടേ വെച്ചു എന്ന് പറയുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ രവിയോട് പറയുന്നുണ്ട്, രവിയേട്ടാ എനിക്ക് വിശന്നിട്ട് വയ്യ, ഇച്ചിരി ആഹാരത്തിന് തരുമോ? അതെ, ആദ്യം രേവതി മോള് കൊണ്ട് തന്നായിരുന്നല്ലോ, അപ്പൊ എന്തായിരുന്നു അഹങ്കാരം? വേണമെങ്കിലേ അടുക്കളയിലേക്ക് പോയി ഇറങ്ങി കഴിക്ക്. രവിയേട്ടാ എന്റെ കാലിൽ നീര് കണ്ടോ, എനിക്ക് ഇറങ്ങി പോവാൻ വയ്യാഞ്ഞിട്ടല്ലേ പറഞ്ഞത്. ആ ഒരു ഓർമ്മയെ കുറച്ചെങ്കിലും നിനക്ക് വേണം എന്ന് രവി പറയുന്നുണ്ട്. എനിക്കിനി എഴുന്നേറ്റ് പോകാനൊന്നും വയ്യ, ഞാനിവിടെ കാണാൻ കിടക്കാൻ പോവാ എന്നും പറഞ്ഞിട്ട് രവി മനഃപൂർവ്വം കയറി കിടക്കാണ്. ഈ സമയത്ത് ചന്ദ്രയാണെങ്കിൽ പതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാലിന് നല്ല വേദന കാരണം എണീക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഈ സമയത്ത് രേവതി ഫുഡും കൊണ്ട് വീണ്ടും വരുന്നുണ്ട്. അമ്മേ ഞാനിതുവരെ ഉറങ്ങിയിട്ടില്ല, അമ്മ ഫുഡ് കഴിച്ചില്ലല്ലോ, അതുകൊണ്ടാ അമ്മയ്ക്ക് ഫുഡ് തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടേ വെച്ചിട്ട് പോടി അഹങ്കാരി എന്നും പറയുകയാണ് കേട്ടോ. അപ്പോഴും ചന്ദ്ര ദേഷ്യപ്പെട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എങ്കിലും അതൊന്നും മൈൻഡ് ആക്കാതെ രേവതി ആഹാരം കൊണ്ടുവന്ന് ചന്ദ്രയ്ക്ക് കൊടുക്കാണ്. ചന്ദ്രയാണെങ്കിലോ വിശന്നിരിക്കായിരുന്നല്ലോ, ആക്രാന്ത മൂത്ത് അത് മൊത്തം വാരി കഴിക്കുകയാണ്. എന്നിട്ട് തിരിച്ച് പ്ലേറ്റും എല്ലാം എടുത്തുകൊണ്ട് രേവതി പോവുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോഴേക്കും തിരിഞ്ഞിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട്, എടി ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, നിനക്കൊന്ന് മനസ്സിലാവട്ടെ എന്ന കരുതി തന്നെയാ ഞാൻ കൊണ്ടുവരാറുന്നത്. നിന്റെ ബാക്കി 2 മരുമക്കളുണ്ടല്ലോ, 2 മക്കളുണ്ടല്ലോ, നീ തലയെ കയറ്റി വെച്ച് കൊണ്ടു നടക്കുന്നവരെ നീ കഴിച്ചോ എന്ന് പോലും അവരൊന്നും അന്വേഷിച്ചില്ല, അറിയോ നിനക്ക്? അവര് വന്നു അവിടെ ഇരുന്ന് കറിയും ചോറും എല്ലാം വെട്ടി വിഴുങ്ങിയിട്ട് എല്ലാരും പോയി കിടന്നുറങ്ങി. അതേ സമയത്ത് രേവതി സച്ചിയോട് പറഞ്ഞ് ഞാൻ കേട്ടു, അമ്മ ഞാൻ കൊണ്ടു കൊടുത്തിട്ട് ആഹാരം കഴിച്ചില്ല, എനിക്ക് സങ്കടം വരുന്നു, എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. അപ്പോഴാ ഞാൻ പറഞ്ഞത്, ചന്ദ്രയ്ക്ക് വിശക്കുമ്പോ
ചന്ദ്ര തന്നെത്താനെ കഴിച്ചോളൂന്ന്. അതുകൊണ്ടാ അവളിപ്പോൾ കൊണ്ടുവന്നെന്ന് പറയാണ്. ഓഹോ, അപ്പൊ നിങ്ങൾ പോയി പറഞ്ഞിട്ടാലേ അവളെ കൊണ്ടുവന്നത്? ആ, നീ ഇനിയിപ്പോ അങ്ങനെയൊന്നും കരുതണ്ട. അവളാ ആദ്യം പറഞ്ഞത് അമ്മ വിശന്നിരിക്കുകയാണല്ലോ എന്ന്. അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ആ കുരുടിലുള്ള സ്നേഹമെങ്കിലും നീ ഒന്ന് തിരിച്ചറിയെന്ന് പറയുമ്പോൾ അവളുടെ സ്നേഹമൊന്നുമല്ല, എല്ലാം ചെയ്തു വെച്ച അവളാണല്ലോ. അവളുടെ മനസ്സിൽ കുറ്റബോധം കാണും. ചന്ദ്രേ, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, മിണ്ടാ കിടന്ന് ഉറങ്ങാൻ നോക്ക്, നിനക്കിതൊന്നും കിട്ടിയാൽ പോരാ എന്നും പറഞ്ഞിട്ട് രവീന്ദ്രൻ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ രാവിലെ എണീറ്റ് രേവതി അടുക്കളയിലെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ രാവിലെ നമ്മുടെ ചന്ദ്രയ്ക്ക് കൊണ്ടുപോയിട്ട് കോഫി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര കോഫിയൊക്കെ കുടിക്കുകയാണ്. ശേഷം ഗ്ലാസ് എടുക്കുമ്പം രേവതി അതൊന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. എന്നിട്ട് അമ്മേ, ഞാനാണെങ്കിൽ കാപ്പിയും ചോറും കറിയും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, വീടെല്ലാം ക്ലീൻ ചെയ്തു, 9 മണിയായി, എന്തായാലും ഞാൻ പോവാണ്, അമ്മയ്ക്കുള്ള ആഹാരം ഞാൻ തന്നിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രവി പറയാണ്, മോളെ ഞാനിവിടെ ഉണ്ടല്ലോ, പിന്നെ ഇതിനെ മോളെ റിസ്ക് എടുക്കുന്നേ, ആഹാരമൊക്കെ അവൾക്ക് ഞാൻ കൊടുത്തോളാം, ഉച്ചക്കുള്ളതും വൈകിട്ടത്തിനുള്ളതും എല്ലാം ഞാൻ കൊടുത്തോളാം, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നീ നിന്റെ ജോലിക്ക് പോ, ബാക്കി മരുമക്കളും മക്കളും ഒക്കെ കണ്ടില്ലേ, അവരോരോ ഇഷ്ടത്തിനല്ലേ ഇറങ്ങിപ്പോന്നേ, ഒന്ന് വന്ന് അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്നെങ്കിലും ആരെങ്കിലും തിരിഞ്ഞു നോക്കിയോ, അതൊക്കെ പറഞ്ഞാലേ ഇവളുടെ തലമണ്ടയ്ക്കോട്ട് കയറില്ല എന്ന് രവീന്ദ്രൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രേവതി പറയാണ്, എത്രയൊക്കെ വഴക്ക് പറഞ്ഞാലും അമ്മ എൻ്റെ സച്ചിയേട്ടൻ്റെ അമ്മയല്ലേ, ഞാനും എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ കാണുന്നത്, അമ്മയ്ക്ക് എന്നെ താല്പര്യമില്ലെന്നും എന്നെ അംഗീകരിക്കാനാവില്ലെന്നും എനിക്കറിയാം, അത് സാരമില്ല, അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എന്നും രേവതി പറയുന്നുണ്ട്. അങ്ങനെ രേവതിയാണെങ്കിൽ അവിടുന്ന് രാവിലെ പോകാനൊക്കെ ആയിട്ട് ഇറങ്ങാതിരിക്കും കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര വിളിക്കുന്നുണ്ട്, രേവതിന്ന്. രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രവീന്ദ്രനാണെങ്കിൽ പുറത്തേക്ക് പോയിരിക്കുകയാണ്. നീ എന്നെ ഒന്ന് ബാത്റൂം വരെ കൊണ്ടുപോക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി അവളെ ബാത്റൂമിലേക്ക് കൊണ്ടുവന്നുണ്ട്. രേവതി വാതിൽക്ക് നിൽക്കായിരിക്കും, തിരിച്ചു വന്ന് അവളെ കൊണ്ടുവന്ന് കിടത്തുകൊണ്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ്, നിന്റെ അമ്മയുടെയൊക്കെ ആഗ്രഹം സാധിച്ചല്ലോ അല്ലേ? അമ്മ എന്ത് പറയുന്നേ, എന്ത് ആഗ്രഹം സാധിച്ചു എന്ന് അമ്മ ക്ലിയർ ആയിട്ട് പറ. അല്ല, നിന്റെ അമ്മയാണോ ഈ ഐഡിയ പറഞ്ഞു തന്നത്? തിളച്ച വെള്ളം കോരി എന്റെ മേത്ത് ഊറ്റാൻ. ഇന്നലെ നിന്റെ അമ്മയുടെ വീട്ടിൽ പോയിരുന്നല്ലോ, അതൊക്കെ ഞാൻ അറിഞ്ഞു. അപ്പം അവള് പറഞ്ഞു വിട്ടതാണോ? അമ്മ എന്തൊക്കെയാ അമ്മയെ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ അമ്മ അങ്ങനെ പറയത്തുമില്ല. അമ്മ പറഞ്ഞത് സച്ചേട്ടൻ്റെ അമ്മയായതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞാലും ക്ഷമിച്ചു സഹിച്ചു നോക്കണമെന്നാ പറഞ്ഞത്, അല്ലാതെ എൻ്റെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. വേണ്ടടി, എനിക്കറിയാം എന്താ സംഭവിച്ചെന്നും എന്താ നടന്നെന്നും എല്ലാം ഊഹിക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അമ്മയെ സത്യമായിട്ട് ഞാൻ പറയുന്നത്, അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല, അങ്ങനൊന്നും അമ്മ പറഞ്ഞിട്ട് കൂടിയില്ല. എന്തിനാമേ വെറുതെ ഇല്ലാക്കാതെ പറഞ്ഞത്? ഓഹോ, അപ്പോൾ ഞാനാണോ ഇല്ലാക്കാതെ പറയുന്നത്? നിന്റെ അപ്പൻ മനഃപൂർവ്വം തന്നെ ആയിരിക്കും ഇങ്ങനെ പോയ ബസ്സിന്റെ മുമ്പിലേക്ക് ചാടി ചത്തത്, നിന്നെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും രേവതി കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, അമ്മയോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനെ കുറിച്ച് പറയരുതെന്ന്, അതിനുള്ള ഒരു യോഗ്യതയും അമ്മയ്ക്കില്ല. ഓ പിന്നെ യോഗ്യത, എൻ്റെ കെട്ടിനെ വണ്ടിയുടെ മുമ്പ് ചാടിയോണ്ടല്ലേ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അപ്പോഴേക്കും രേവതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ അങ്ങനെ പറയുന്നത്? ഇതെന്തായാലും വലിയ കോടീശ്വരന്റെ വീടൊന്നും അല്ലല്ലോ, എല്ലാവരും ഓരോ ജോലിക്ക് പോയി അന്നാണ്ട് കഴിഞ്ഞു പോകുന്നവരല്ലേ, അല്ലാതെ നിങ്ങൾ സാമ്പത്തികമായിട്ട് വലിയ മുമ്പന്തിയിൽ നിൽക്കുന്നവരൊന്നും അല്ലല്ലോ. എൻ്റെ അച്ഛൻ മനഃപൂർവ്വം നിങ്ങളുടെ മുമ്പിലേക്ക് വീഴാൻ. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടില് എന്തുമാത്രം കോടീശ്വരന്മാരുണ്ടായിരുന്നു, അവരുടെ ആരും വണ്ടി മുമ്പിലേക്ക് വീണാൽ പോരായിരുന്നു എന്ന് രേവതി ചോദിക്കുമ്പോൾ, നിന്റെ നാക്കിന്റെ നീളം കൊണ്ടാടി നിന്റെ തന്ത നേരത്തെ അങ്ങ് പോയത് എന്നൊക്കെ പറയുമ്പോൾ രേവതി പൊട്ടിക്കരയുന്നുണ്ട്. അമ്മയോടെ ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മയച്ഛനെ കുറിച്ച് ഇങ്ങനെ പറയരുതെന്ന്. നിന്റെ അമ്മയായിരിക്കും നിന്നെ ഈ സ്വഭാവത്തിലേക്കൊക്കെ ആക്കിയത്. എല്ലാവരും വശീകരിച്ചെടുക്കാനൊക്കെ നീ ഭയങ്കര മിടിക്കാന്നൊക്കെ എനിക്കറിയാം. എൻ്റെ അടുത്ത് നടക്കുകയല്ലേ നീയും നിന്റെ തള്ളയും നിന്റെ തന്തയും നിന്റെ വീട്ടുകാരും എല്ലാം കണക്കാം. പറ്റിയ കേസുകൾ, ഫ്രോഡുകൾ എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹാളിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് രവി അങ്ങോട്ടേക്ക് വരികയാണ്. രവി ചോദിക്കുന്നുണ്ട്, മോളെന്തിനാ കരഞ്ഞത്, എന്തു പറ്റി മോളെ എന്ന് ചോദിക്കുമ്പം രേവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. മോളെ എന്താ പറ്റിയത്, മോള് കാര്യം പറ, എന്തിനാ മോള് കരയുന്നേ? ചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞോ? അച്ഛ ഒറ്റൊരുത്തം കാരണമാ ഇതെല്ലാം ഇപ്പൊ സംഭവിച്ചത്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ നടന്ന് കരയേണ്ടി വരില്ലായിരുന്നു. ഞാൻ എന്താ മോളെ ചെയ്തേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ഇതും കേട്ടോണ്ടായിരിക്കും അകത്തേക്ക് സച്ചി വരുന്നത്. സച്ചി ഇവർ സംസാരിക്കുന്നത് കേട്ട് അവിടെ തന്നെ സ്റ്റക്കായി നിൽക്കായിരിക്കും.
രേവതി പറയുന്നുണ്ട്, അച്ഛനല്ലേ എന്നെ ഈ കുടുംബത്തിലേക്ക് ആലോചിച്ചത്, അത് തന്നെയാ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുമ്പോൾ, എന്താ മോളെ എന്റെ ഭാഗത്തുനിന്ന് വന്നൊരു തെറ്റ്, നിനക്ക് നല്ലൊരു ജീവിതം തരണമെന്നാ ഞാൻ കരുതിയത്. എന്നിട്ട് എനിക്ക് കിട്ടിയത് നല്ലൊരു ജീവിതമാണോ അച്ഛാ? അമ്മയുടെ വായിന്ന് എന്തൊക്കെ ഓരോ ദിവസം കേൾക്കുന്നെന്ന് അച്ഛൻ അറിയോ? സച്ചിയുടെ അമ്മയായതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചും സഹിച്ചും എന്റെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് അമ്മ ഇനി എന്തൊക്കെയാ പറയുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്നൊക്കെ ചോദിക്കാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ അവൾ നിന്നെ എന്താ പറഞ്ഞത്? അച്ഛാ, അത് പിന്നെ എന്റെ അച്ഛൻ മനഃപൂർവ്വം എന്നെ കെട്ടിച്ചയക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അച്ഛന്റെ വണ്ടി മുമ്പിലേക്ക് ചാടിയതാണെന്നും എന്റെ അമ്മയും ഞാനും എന്റെ അച്ഛനൊക്കെ ഫ്രോഡാണെന്നും അങ്ങനെ പല പല കാര്യങ്ങളാ അമ്മ പറയുന്നത്. അമ്മേനെ ഞാൻ പൊന്നുപോലെ നോക്കുന്നില്ല അച്ഛാ. ഈ വീടും നിങ്ങളെ എല്ലാവരെയും ഞാൻ അതുപോലെ കെയർ ചെയ്യുന്നില്ലേ? പിന്നെ എന്തിനാ അമ്മേനെ ഇങ്ങനെയൊക്കെ പറയുന്നെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവള് കരയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അച്ഛൻ ഒറ്റ ഒരുത്തനാ എല്ലാത്തിനും കാരണം. എന്തിനാ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്? ആ സുധിയെ കെട്ടണമെന്ന് പറഞ്ഞുകൊണ്ടല്ലേ എനിക്കിതൊക്കെ സംഭവിച്ചത്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വേറെ പെമ്പിള്ളേർ വന്ന് ഇങ്ങോട്ടേക്ക് കയറിയാനെ, കാശുള്ളവര്. അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ അമ്മയ്ക്ക് ഒരു പ്രശ്നവും കാണില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കരയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് സച്ചി വന്നിട്ട് രേവതിയുടെ കൈക്ക് പിടിക്കുന്നുണ്ട്. എന്താ രേവതി, എന്നെ കെട്ടിയോണ്ട് നിനക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണോ? സച്ചേട്ടാ, ഞാൻ അങ്ങനല്ല പറഞ്ഞത്. അമ്മ എന്റെ അമ്മേനെയും അച്ഛനെയൊക്കെ ഓരോന്നൊക്കെ പറയാം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. രേവതിയുടെ കയ്യിലും പിടിച്ചുകൊണ്ട് നേരെ ചന്ദ്രന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ് സച്ചി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തിന്റെ കേടതല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും എടാ എന്ന് വിളിക്കുന്നുണ്ട്. മിണ്ടി പോകരുത്, ഇങ്ങനെ കിടക്കാണെന്ന് ഞാൻ ഓർക്കില്ല, എന്റെ തള്ളയാണെന്ന് ഞാൻ ഓർക്കില്ല. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് രേവതിയുടെ വീട്ടുകാരെ കുറിച്ച് ഒന്നും പറയരുതെന്ന്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത് അതൊക്കെ പറയാനായിട്ട്? നിങ്ങളെന്താ വല്ല കോടീശ്വര പുത്രി വല്ല ആണോ? നിങ്ങളുടെ പഴയ കഥയൊക്കെ അച്ഛമ്മ പറഞ്ഞ് ഏറെക്കുറെ എനിക്കും അറിയാം. പിന്നെ നിങ്ങൾ കൂടുതൽ തുള്ളണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാവരോടും പറയും അങ്ങോട്ട്. നിങ്ങളുടെ പഴയ കഴിഞ്ഞ കാലമൊക്കെ, അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര ഒന്നും മിണ്ടാതിരിക്കാൻ കേട്ടോ. പലതവണയായി ഞാൻ കേൾക്കുന്നു ഇവളുടെ അച്ഛൻ നമ്മുടെ അച്ഛന്റെ വണ്ടിയുടെ മുമ്പിൽ ചാടിയതുകൊണ്ടാ കെട്ടിയെന്ന്. അതൊന്നും അല്ല, ഈശ്വരൻ എനിക്ക് നിശ്ചയിച്ച പെണ്ണ എന്റെ രേവതി. അതുകൊണ്ട് തന്നെയാ കൃത്യസമയത്ത് ആ ഓടുകാലി ഏതവളുടെ കൂടെ ഓടിപ്പോവാൻ തോന്നിയതും എനിക്ക് എന്റെ രേവതിയെ കിട്ടിയതും. അല്ലെങ്കിൽ ഞാനും ഇങ്ങനെ കെട്ടാതെ തന്നെ നിന്ന് പോയനെ. ഈ അമ്മയുടെ മകനാണെങ്കിലും അതിൻ്റെ ഒരു വിലയും എനിക്ക് തരാറില്ലല്ലോ. ഞാൻ കുടിയനാണെന്നും ഞാൻ ഔടിയാണെന്നും നാടുനില പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്റെ തള്ള തന്നെയല്ലേ. അതിന് ദയവായിട്ട് എനിക്ക് ഇവിടെ തന്ന മഹാലക്ഷ്മിയ എന്റെ ഭാര്യ എന്ന് നമ്മുടെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും പോളയായിട്ട് കിടന്നിട്ട് പോലും ഇവളുടെ ഭാഗത്ത് തെറ്റില്ലാഞ്ഞിട്ട് പോലും ഇവള് നിങ്ങളെ പൊന്നു പോലെ നോക്കുന്നില്ലേ? വേറെ ഏതെങ്കിലും ഒരു മരുമക്കള് നിങ്ങളെ മൈൻഡ് ചെയ്ത് തള്ളേ എന്ന് ചോദിക്കാണ്. എന്നിട്ടും അവള് നിങ്ങളെ പൊന്നു പോലെ നോക്കി, അതാണോ നിങ്ങൾക്കിപ്പോ അവക്ക് പറ്റിയ തെറ്റ് എന്ന് ചോദിക്കാണ്. ചന്ദ്രയാണെങ്കിലോ വായടച്ച് നിൽക്കായിരിക്കും കേട്ടോ. കഴിഞ്ഞൊരു തവണ തന്നെ ഞാൻ പറഞ്ഞു, ഇനി മേലാല് രേവതിയുടെ അച്ഛനെയും അമ്മയെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിക്കുമെന്ന് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം കേട്ടോ. ചന്ദ്ര ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഇനി മേലാൽ ഇത് ആവർത്തിച്ച സച്ചി ആരാണെന്ന് നിങ്ങൾ അറിയും എന്നും പറഞ്ഞിട്ട് സച്ചി രേവതിയെയും കൂട്ടി മുറിയിലേക്ക് പോകുന്നുണ്ട്. രവിക്കുവാണെങ്കിൽ ആകെപ്പാടെ സങ്കടമായിട്ടോ. രവിയേനും അവളിങ്ങനെ ചോദ്യം ചെയ്യുന്നവർ സംസാരിച്ചല്ലോ, അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര വിഷമാവുന്നുണ്ട്. നേരെ പോയിട്ട് ചന്ദ്രനോട് പറയുന്നുണ്ട്, ഇനി മേലാൽ നിന്റെ നാവീന് ഇമാതിരി വർത്താനം കാണാൻ വന്നാൽ ആ നാവ് ഞാൻ പിഴുതെറിയും എന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ചന്ദ്രയാണെങ്കിലോ എപ്പോഴും ഒരു റിയാക്ഷൻ ഇടുമല്ലോ, ആ ഒരു റിയാക്ഷനോടുകൂടി തന്നെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇതുപോലെ എല്ലാ ദിവസവും വരാൻ പോകുന്ന സ്റ്റോറീസ് ഒക്കെ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മിസ്സാവാതിരിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.